PC ജോർജ് BJP വിടാൻ ഉദ്ദേശമില്ലെങ്കിൽ ഷോൺ ജോർജിന് അത് നോക്കി നിൽക്കാൻ സമയവുമില്ല. UDFിനൊപ്പം ചേക്കേറാൻ ഷോൺ ജോർജ് രണ്ടും കൽപ്പിച്ചിറങ്ങിയിരിക്കുകയാണ്. BJPയുമായി കൂട്ടുകെട്ടുണ്ടാക്കിയത് കൊണ്ട് ഷോൺ ജോർജിന് ഒരു നേട്ടവുമില്ല എന്ന് അദ്ദേഹത്തിനോട് അടുപ്പക്കാർ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. അപ്പനും മകനും രണ്ട് വഴിക്കായി എന്ന് പരക്കെ സംസാരം തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഷോൺ ജോർജിൻ്റെ രാഷ്ട്രീയ ഭാവി നശിപ്പിച്ചത് PC ആണ് എന്ന് പരക്കെ ആക്ഷേപവും. ഇത് എങ്ങനെ താങ്ങാൻ കഴിയും? വാസ്തവത്തിൽ ഷോൺ ജോർജിന് ഒരു താല്പര്യവുമുണ്ടായിരുന്നില്ല വർഗീയ പാർട്ടിയുമായി സന്ധി ചെയ്യാൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ അനുകൂലികൾ പറയുന്നത്. കഴിഞ്ഞ തവണ കോട്ടയം ജില്ലാ പഞ്ചായത്തിൽ ഏറ്റവും മികച്ച ഭൂരിപക്ഷത്തിലാണ് അദ്ദേഹത്തിൻ്റെ വാർഡിൽ നിന്നും വിജയിച്ചു കയറിയത്. അതുതന്നെയാണ് അദ്ദേഹത്തിന് പൊതുപ്രവർത്തനത്തിൽ കിട്ടിയിരിക്കുന്ന ജനസമ്മതിയും. PC ജോർജിനെ പോലെ വാ തുറന്നാൽ വങ്കത്തരം വിളമ്പുന്ന സ്വഭാവം ഷോൺ ജോർജിനില്ല എന്ന് അദ്ദേഹത്തിൻ്റെ അനുകൂലികൾ പറയുന്നുമുണ്ട്. ഷോണിനെ പൂഞ്ഞാറ്റിൽ UDF സ്ഥാനാർത്ഥിയാക്കി മത്സരിപ്പിക്കാൻ ജോസഫ് ഗ്രൂപ്പ് തയ്യാറെടുത്ത് നിൽക്കുകയാണ്. പക്ഷേ അതിനകത്ത് അന്തിമ തീരുമാനം ഷോണിൻ്റേതാണ്. PC ഇടഞ്ഞാൽ ഷോണിനൊരിക്കലും UDFിലേക്കോ അല്ലെങ്കിൽ കേരള കോൺഗ്രസിലേക്കോ പോകാൻ കഴിയില്ല. ഇപ്പോൾ ജനപക്ഷം സെക്യുലറായി BJPയിൽ ലയിച്ചിരിക്കുകയാണ് അപ്പനും മകനും. എന്നാൽ PC ജോർജിൻ്റെ രാഷ്ട്രീയ ഭാവി ഏകദേശം അവസാനിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന് ഏതൊരു കൊച്ചു കുഞ്ഞിനും അറിയാവുന്ന കാര്യമാണ്. PC ജോർജിന് കഴിഞ്ഞ തവണ സ്വന്തം മണ്ഡലത്തിൽ നിന്നും കിട്ടിയ വോട്ട് അതിൻ്റെ സൂചന തന്നെയാണ്. ഇനി BJP സ്ഥാനാർത്ഥിയായി കൂടെ മത്സരിച്ചാൽ ഒരുപക്ഷെ കെട്ടിവെച്ച കാശ് കിട്ടുമോ എന്നുള്ള കാര്യവും പൂഞ്ഞാർ ആശാന് അറിയില്ലായിരിക്കും. സ്വാഭാവികമായും PC ജോർജിൻ്റെ മാടമ്പിത്തരത്തിന് വഴങ്ങുന്നവരല്ല ഇപ്പോഴത്തെ പൂഞ്ഞാറ്റുകാർ. കാര്യങ്ങൾ ഉൾക്കൊണ്ട് കൃത്യമായി പഠിച്ചതിന് ശേഷം തന്നെയാണ് അവർ ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നത്. അതേസമയം പൂഞ്ഞാറ്റിൽ ഷോൺ ജോർജിന് വ്യക്തിപരമായി ബന്ധങ്ങളേറെയുണ്ട്. അത് അപ്പൻ സമ്പാദിച്ചു കൊടുത്ത ബന്ധത്തിനേക്കാൾ ഉപരി ചെറിയ പ്രായത്തിലെ രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങിയതു മുതൽ പ്രചരണ സമയത്തുൾപ്പെടെ അദ്ദേഹം നേടിയെടുത്ത പല വ്യക്തിപരമായ അടുപ്പങ്ങളുമുണ്ട്. അത് നന്നായി ഉപയോഗിക്കാൻ കഴിയുമെന്ന പ്രത്യാശയിലാണ് UDF പ്രവർത്തകരും. ഒരുപക്ഷെ അങ്ങനെ ഒരു അവസരം ഷോണിന് നൽകുമോ എന്നത് വലിയ ചർച്ചാ വിഷയമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. നമുക്കറിയാം PC ജോർജ് ഇടതുപക്ഷത്തോടൊപ്പം ഉണ്ടായിരുന്ന കാലഘട്ടത്തിലും അദ്ദേഹം PJ ജോസഫിനെ അള്ളുവെക്കാൻ എത്രയേറെ നിമിഷങ്ങൾ കാത്തിരുന്നിട്ടുണ്ട് എന്നുള്ളത് ഏവർക്കും അറിയാം. UDFിൽ പോയപ്പോഴും കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിൻ്റെ കൂടെയായിരുന്നപ്പോഴും PJ ജോസഫിനെ അള്ളുവെക്കാൻ ഇതേ രീതിയിൽ തന്നെയാണ് PC ജോർജ് പല ശ്രമങ്ങൾ നടത്തിയത്. എന്നാൽ ഇനി PJ ജോസഫ് ഇതെല്ലാം മറന്ന് അദ്ദേഹത്തിൻ്റെ മകനെ പാർട്ടിയിലേക്ക് സ്വീകരിക്കുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണണം. എന്നാൽ വിന്നബിലിറ്റി, അതായത് വിജയസാധ്യത എന്നൊരു കാര്യം അവിടെ നിലനിൽക്കുന്നുണ്ട്. ഷോൺ ജോർജിന് മറ്റേത് നേതാവിനേക്കാളും വിജയസാധ്യത പൂഞ്ഞാറ്റിൽ കൂടുതലാണ് എന്നതാണ് UDF സ്ഥാനാർത്ഥിയായി അദ്ദേഹത്തിനെ പ്രഖ്യാപിക്കാൻ കാരണമാക്കുന്നത്. അതിനു മുമ്പായി തന്നെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുമോ എന്നതാണ് കാത്തിരുന്ന് കാണേണ്ടത്.